വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു 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 മീറ്റപ്പാണിത്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ തിരക്കേറിയ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനിടയിൽ നമുക്കൊരു സമയം കണ്ടെത്താൻ കഴിഞ്ഞതിൽ സാറിനോട്ടുള്ളൊരു പ്രത്യേക നന്ദി ആദ്യമേ പറയുന്നു. ഒരു കുടുംബ സംഗമം പോലെയാണ് ടെക്നോ പാർക്കിലെ AIPCയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി LDF ഭരണത്തിൽ എല്ലാ മേഖലയിലും ഒരു ടോട്ടൽ ഫെയിലിയർ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിലവിലുള്ളത്. 2021 40 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും എന്ന വാഗ്ദാനവുമായി, LDF മാനിഫെസ്റ്റോയിലെ വാഗ്ദാനവുമായി വന്ന സർക്കാർ അതിൻ്റെ 10-1 പേർക്ക് പോലും തൊഴിൽ നൽകാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് പറയുമായിരുന്നു, 2021 22 പറയുമായിരുന്നു, അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം IT പ്രൊഫഷണൽസിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം 2021 22 ഒക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 60,000 തൊഴിലവസരങ്ങൾ മാത്രമേ IT ഇൻഡസ്ട്രിയിൽ പുതുതായി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു സർവ്വ മേഖലയിലും, ഇപ്പോൾ ബീറ്റ് ലോ ആൻഡ് ഓർഡർ, ഹെൽത്ത് കെയർ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ്, എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ഉള്ളത്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഒരു IT പോളിസി പോലും ഇറക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാസമാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു IT പോളിസി പോലും ഇവിടെ ഇറക്കാൻ സാധിച്ചത്. ജനറലി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, വൺസ് ഇൻ 2 ഇയേഴ്സ് വരേണ്ട ഒരു IT പോളിസി പോലും ഇറക്കാൻ സാധിക്കാതെ, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും കൂടി ഏകദേശം 400ഓളം കമ്പനികളാണ് സ്പേസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സ്പേസ് കിട്ടാതെ ഇവിടെ സംരംഭം തുടങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഈ 400ഓളം കമ്പനികൾ ഒരു 100 പേർക്ക് വെച്ച് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഏകദേശം 40,000 തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ITയെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ ഒരു അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി തന്നെ ഈ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ GTECൻ്റെ ഭാഗമായി പലതവണ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ടെക്നോ പാർക്കിൽ വരുന്ന കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് അവൈലബിലിറ്റി, വേറെ ഒന്നും ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് സ്പേസ് അവൈലബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തെലങ്കാനയിലൊക്കെ ആണെങ്കിൽ GCCകൾ വരുമ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഇവിടെ സ്പേസ് റിക്വസ്റ്റ് കൊടുത്ത് മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ 1800 GCCകൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ വെറും 40-45 GCCകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒരു എന്താ പറയുക, ഒരു PR എക്സസൈസ് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ നിലവിലുള്ളത്. ഇൻ ദ അതർ സൈഡ് UDF ആണെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ ഒരു IT ഇൻഡസ്ട്രിയെയും പ്രൊഫഷണൽസിനും വേണ്ടി ഉള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയായിരുന്നു. ഓഫീസ് വെൽനസ് ഗൈഡ് ലൈൻസ്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു ഓഫീസ് വെൽനസ് ഗൈഡ് ലൈൻസ് രൂപീകരിച്ച് UDFൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ നമുക്കത് ആഡ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ കഴിഞ്ഞ 1 വർഷമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദേശം 1200ഓളം പ്രൊഫഷണൽസിനെ നമ്മൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും 1500ഓളം പ്രൊഫഷണൽസ് ഓൺലൈനിലൂടെ ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്ത് നമ്മളൊരു പോളിസി ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പ്രതിപക്ഷ നേതാവിന് സബ്മിറ്റ് ചെയ്തു. നാളെയാണ് നമ്മുടെ മാനിഫെസ്റ്റോ റിലീസ്. ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ കൊടുത്ത പോയിന്റുകളിൽ പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള 10 പ്രധാന പോയിന്റുകളും ആ മാനിഫെസ്റ്റോയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 1-2 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രൊഫഷണൽസ് വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസ് മൂലം കുറേയധികം പ്രൊഫഷണൽസിന് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ജോലി നഷ്ടപ്പെടുന്ന പ്രൊഫഷണലുകളെ അപ്സ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഒരു ട്രാൻസിഷൻ, അടുത്തൊരു ജോബിലോട്ടുള്ള ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽ വെൽഫെയർ ബോർഡിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. പിന്നീട് എല്ലാ കമ്പനികളും മാൻഡേറ്ററി സ്ട്രെസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടി അതിലുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഫോർ ഓൾ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു തന്നെ. നമുക്കറിയാം, നമ്മളെല്ലാം വളരെ വിഷമപ്പെടുത്തിക്കൊണ്ടാണ് 2 വർഷം മുമ്പ് ENYയിൽ ഒരു IT പ്രൊഫഷണലായിരുന്ന അന്ന സെബാസ്റ്റ്യൻ സ്ട്രെസ് ഇൻഡ്യൂസ് കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പാരൻസിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു, ഇനി കേരളത്തിൽ ഒരു പ്രൊഫഷണൽസിനും ഇത് വരാതിരിക്കാൻ വേണ്ടി സർക്കാരുകൾ സ്റ്റെപ്സ് എടുക്കണമെന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യപ്രകാരമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിനെ ഏൽപ്പിച്ചത്. അത് നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും എല്ലാ ജില്ലകളിലും പോയി ആത്മാർത്ഥമായി പ്രൊഫഷണൽസിൽ നിന്ന് ഇൻപുട്സ് കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻഡേറ്ററി സ്ട്രെസ് ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ എല്ലാ IT കമ്പനികളിലും മാൻഡേറ്ററി സ്ട്രെസ് ഓഡിറ്റും അതിനുശേഷം കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നീട് ഈ ഓഫീസ് വെൽനസ്, നമ്മുടെ പ്രൊഫഷണൽസ് വെൽഫെയർ ബോർഡുണ്ട്,
അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, ഏകദേശം 10-12ഓളം പോയിന്റുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഉപകാരപ്രദമായി വരും. നമ്മുടെ ഇന്ന് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു UDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം. അതിനുവേണ്ടി നമ്മുടെ കഴക്കൂട്ടത്തെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം, 20 വർഷത്തോളമായിട്ട് അദ്ദേഹമായിട്ട് വളരെ നല്ലൊരു ബന്ധമുള്ള ആളാണ്. നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു MLA ആയിരിക്കും അദ്ദേഹം. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെന്ന് പറയാവുന്ന, അതിൻ്റെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരു MLA ആയിരിക്കും ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും, IT ഇൻഡസ്ട്രിയുടെയും കഴക്കൂട്ടം ഏരിയയിലുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്കിവിടെ വോട്ടുള്ളവർ കുറേ പേരുണ്ടാവും, വോട്ടില്ലാത്തവരുണ്ടാവും. വോട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരോടുമായി സംസാരിച്ച് അദ്ദേഹത്തിന് ഇപ്രാവശ്യം അദ്ദേഹത്തിന് ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു IT ക്രൗഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു നല്ലൊരു വോട്ട് കൂടെ നമുക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അറിയാം, ഇലക്ഷൻ സമയത്ത് അദ്ദേഹം 1 മണി എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്ക് തന്നെ ഇവിടെ എത്തി. ഇങ്ങനെ നമ്മൾ വളരെ കുറച്ച് രാഷ്ട്രീയക്കാരെ കാണുകയുള്ളൂ. 1 മണി എന്ന് പറഞ്ഞപ്പോൾ 1:01 ഇവിടെ എത്തിയ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. ലഞ്ച് ടൈമാണ്. രാഷ്ട്രീയക്കാരന് പ്രസംഗിക്കാൻ കിട്ടിയ, സാധാരണ ഞാൻ പറയും മൈക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ ആയിരിക്കുന്നത്. ഞാൻ വെജിറ്റേറിയനാണ്, എങ്കിലും അങ്ങനെയാണ് ഞാൻ സാധാരണ പറയുന്നത്. എങ്കിലും നിങ്ങൾ അറിയാൻ എന്നെക്കുറിച്ച് കൂടി ഒരു 2-3 മിനിറ്റ് ഞാൻ പറയാം. ഞാൻ KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ വയലാർ രവിയുടെ കമ്മിറ്റിയിൽ ഞാൻ AICC മെമ്പറും KPCC സെക്രട്ടറിയുമായി വന്നതാണ്. ഞാൻ 31.5 വയസ്സുള്ളപ്പോൾ ആറ്റിങ്ങലിൽ MLA ആയതാണ്. ആ വർഷമാണ് ഞാൻ KPCC ഭാരവാഹി ആയത്. ആറ്റിങ്ങലിൽ ഞാൻ സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോൾ LDFന് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 27,000 വോട്ടിൻ്റെ. CI2ൻ്റെ നേതാവായിരുന്നു ആനത്തലവട്ട ഭാരതൻ. അവിടെയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ പോലെയല്ല, അന്ന് എൻ്റെ ശരീരത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പരിക്കുകളൊക്കെ ഉണ്ടെങ്കിലും ചെറുപ്പത്തിൻ്റെ ഒരു ഊർജം, അന്ന് എത്ര കിലോമീറ്ററും സഞ്ചരിച്ച് വോട്ട് പിടിക്കാനൊക്കെ കഴിയുന്ന ആ വിദ്യാർത്ഥി യുവജനത്തിൻ്റെ ഒരു ഊർജം ഉണ്ടായിരുന്നു. പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലേറ്റ ഒരുപാട് പരിക്കുകളുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നൽകിയത്. ഞാൻ 76, 75, 77 ചെമ്പഴന്തി SN കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ചേർന്നതാണ്. എൻ്റെ മൂത്ത ചേട്ടൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ AE ആയി കയറിയ സമയത്താണ് എന്നെ കോളേജിൽ കൊണ്ടുവന്ന് പ്രീ ഡിഗ്രിക്ക് കയറ്റുന്നത്. എൻ്റെ അച്ഛൻ പ്രിൻസിപ്പളിനെ കൊണ്ട് എന്നെ ഏൽപ്പിച്ചത് ചേട്ടൻ്റെ വഴിയെ നടക്കാൻ, എൻജിനീയറാക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് അവിടെ ചേർത്തത്. പക്ഷേ എമർജൻസി അങ്ങോട്ട് കഴിഞ്ഞ വർഷം ഞാൻ എൻജിനീയറായില്ല. നേരത്തെ ദീപ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാൻ പൊളിറ്റിക്കൽ എഞ്ചിനീയറും സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആളായി ഞാൻ മാറി. കറക്റ്റ്. എൻ്റെ സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തിരുന്നത്. എത്ര ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഓരോ സമരാഹ്വാനവുമായി ഇറങ്ങി ഒടുവിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് വിദ്യാഭ്യാസം പ്രാക്ടിക്കൽ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ തേർഡ് ഗ്രൂപ്പ് എടുത്ത് ആണ് ഞാൻ പരീക്ഷ എഴുതി ഞാൻ ജയിച്ചത്. അത് കഴിഞ്ഞ് SN കോളേജിൽ അപ്പോഴത്തേക്ക് പ്രീ ഡിഗ്രിക്ക് ഞാൻ കൗൺസിലറായി. കേരളത്തിലെ എമർജൻസി കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അടക്കം എല്ലാ കോളേജിലും നഷ്ടപ്പെട്ടു. ആദ്യമായി തലേക്കുന്നിൽ ബഷീർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി വന്ന കേരള KSU കൊണ്ടുവന്നതാണ്. 78 നഷ്ടപ്പെട്ടു. പിന്നീട് 82 ഞാൻ ചെയർമാനായി ആ യൂണിയൻ ഞാൻ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഞാൻ ചെമ്പഴന്തി SN കോളേജിലെ സെക്കൻഡ് DC വിദ്യാർത്ഥിയാണ്. KSUവിൻ്റെ ചരിത്രത്തിൽ PG വിദ്യാർത്ഥികളല്ലാതെ ആരും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ടില്ല. ഞാൻ സെക്കൻഡ് DC വിദ്യാർത്ഥിയായി. ഞാനും ശ്രീ CK ജീവനും തമ്മിലാണ് ഒരു മത്സരം വന്നത്. ഒടുവിൽ CK ജീവൻ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. PT തോമസ് പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയിൽ ഉള്ള ഞാനും അന്ന് ഭാരവാഹിയാണ്. ഞാൻ ചെന്നിത്തലയുടെ കമ്മിറ്റിയിൽ ഭാരവാഹിയാണ്. കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഞാൻ KSU പ്രസിഡൻറ്റും ഒരേ സമയത്തായിരുന്നു. ഏകകക്ഷി ഭരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത്, ആ മുദ്രാവാക്യം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി അവസാനം കോട്ടയംകാരനായ CK ജീവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ കഴിയാത്തതുകൊണ്ട്, അന്ന് ഞാൻ ചെയർമാനായി ആകാൻ കഴിയാത്തതുകൊണ്ട് CK ജീവൻ ഒരു സിനിമയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെ അഭിനയിച്ച് സാന്ത്വനപ്പെട്ടു. അത് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഞാനന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ തോൽപ്പിച്ചത് ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയെയാണ്.
ശിവൻകുട്ടിയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് തോൽപ്പിച്ചത്. ഞാനും ശിവൻകുട്ടിയും തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ചെമ്പഴന്തി എസ് എൻ കോളേജിലാണ്. ശിവൻകുട്ടിയുടെ വീട് ചെറുവയ്ക്കൽ, എൻ്റെ അമ്മയുടെ വീട് ചെറുവയ്ക്കലിൻ്റെ ഇപ്പുറത്തുള്ള ശ്രീയാഴത്തുള്ള ചേന്തിയാണ് എൻ്റെ അമ്മയുടെ വീട്. ഞാൻ താമസിക്കുന്നത് പേട്ടയിലാണ്, എൻ്റെ അച്ഛൻ്റെ വീട് പേട്ടയിലാണ്. നിങ്ങളുടെ ഈ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ കുടുംബ ബന്ധങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ എന്ന് പറയുന്നത്. എൻ്റെ കുടുംബ ബന്ധത്തെക്കാൾ അപ്പുറം എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് കിട്ടിയ ബന്ധമാണ് എനിക്കിവിടുത്തെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ നീണ്ടുപോകും, പെട്ടെന്ന് ഞാൻ പറഞ്ഞെടുക്കാം. ദീപു അത് അനുഭവിച്ചാണ് ഇപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് നീണ്ടുപോയി. ശിവൻകുട്ടി SFI ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ KSU ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ശിവൻകുട്ടി SFI ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റാണ്. ശിവൻകുട്ടി SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ KSU സംസ്ഥാന സെക്രട്ടറിയാണ്. ശിവൻകുട്ടി ഞാനുമായിട്ട് യൂണിവേഴ്സിറ്റിയും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. ശിവൻകുട്ടി തോറ്റു, ഞാൻ ജയിച്ചു. ശിവൻകുട്ടി സിൻഡിക്കേറ്റിലേക്ക് മത്സരിച്ചു. ഞാൻ നമ്മുടെ ആൻ്റണിയെ വിളിച്ചുകൊണ്ടുവന്ന് സിൻഡിക്കേറ്റ് സ്ഥാനാർത്ഥിയാക്കി. ആൻ്റണി ജയിപ്പിച്ച് ശിവൻകുട്ടി അപ്പോഴും തോൽപ്പിച്ചു. ശിവൻകുട്ടി SFI പ്രസിഡൻ്റായപ്പോൾ ഞാൻ KSU പ്രസിഡൻറ്റുമായി. ഞങ്ങൾ തമ്മിലായിരുന്നു ഒരു ജില്ലയിലെ ആളുകൾ തമ്മിലുള്ള പോരാട്ടം പോലെയായിരുന്നു. അതിനു മുമ്പ് ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പ്രസിഡൻറ്റുമായിരിക്കുമ്പോൾ ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ച്, കാരണം നഗരത്തിലെ കോളേജുകളെല്ലാം ഞാൻ തിരിച്ചു പിടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. മണികണ്ഠൻ എന്ന് പറയുന്ന അവിടെ കോൺഗ്രസിൻ്റെ നേതാവിനെ അത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഞാൻ ജയിപ്പിച്ചെടുത്തു. കോളേജുകളെല്ലാം കിട്ടും. ഒടുവിൽ ഞാനൊരു ശല്യമാണെന്ന് തോന്നിയപ്പോൾ എന്നെ വകവരുത്താൻ തീരുമാനിച്ച് വാരിക്കുന്തം കൊണ്ട് ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ച് ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ എൻ്റെ മുതുകത്ത് കുത്തി ഹാർട്ടിൻ്റെ ഭിത്തി വരെ അതെത്തി. ഭിത്തിയിൽ തൊട്ടില്ല, തൊട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സ്ഥാനാർത്ഥിയാകില്ലായിരുന്നു. അത് വേറെ കാര്യം. എൻ്റെ ഓർഗൻസ് എല്ലാം പുറത്ത് ചാടി 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ECക്ക് ഞാൻ യൂണിവേഴ്സിറ്റി ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ സമയത്ത് എന്നെ ചെമ്പഴന്തി SN കോളേജിൽ 10,000 ആളുകൾ EK നായരുടെ സാന്നിധ്യത്തിൽ, CPM ജില്ലാ സെക്രട്ടറി കാട്ടായിക്കുളം ശ്രീധരൻ്റെ സാന്നിധ്യത്തിൽ, ശിവൻകുട്ടി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ, ഇന്ന് നമ്മളോടൊപ്പം CPO അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് എന്നെ കോളേജിനകത്ത് വെച്ച് വെട്ടി എന്നെ കൊലപ്പെടുത്തി എന്ന് തീരുമാനിച്ച് കോളേജിൻ്റെ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ മരിച്ചു എന്ന് ധരിച്ചതാണ്. ഈ വരുന്ന SS ലാൽ, ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരിക്കുമ്പോൾ ലാല് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ചെയർമാൻ എന്നുള്ള നിലയിൽ മെഡിക്കൽ കോളേജിനകത്ത് പോയി മെഡിക്കൽ കോളേജിൻ്റെ ഇഷ്യൂവിന് വേണ്ടി അവിടെ ഇരുന്ന് അറസ്റ്റ് വരിച്ചു പോയ ആളാണ്. ആ ഒരു ബന്ധമാണ് ലാലും ഞാനുമായി. ലാലിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത ഒരു ജ്യേഷ്ഠനായിട്ടോ അച്ഛനായോ കാണുന്ന ആളാണ്. ലാലിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന് ആ കോളേജിൽ വെച്ചുള്ള എൻ്റെ ഭീകരമായ പരിക്ക് ഞാൻ മരിച്ചു എന്ന് ധരിച്ച് ലാലടക്കമുള്ള ആളുകൾ അന്ന് ഹർത്താൽ ആചരിക്കാൻ, സമരം ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അതെ, ലാലിൻ്റെ കയ്യിൽ വെച്ചാണ്, കാരണം കിടത്താൻ കഴിയില്ല, കയ്യിൽ വെച്ചാണ് എൻ്റെ എക്സ്റേ എടുത്തത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നു. എൻ്റെ ആത്മധൈര്യമാണ് ഈ 2 ഘട്ടങ്ങളിലും. അപ്പോൾ ചെമ്പഴന്തി കോളേജിൽ നിന്ന് തന്നെ വെട്ടി ഞാൻ മരിച്ചു എന്ന് ധരിച്ച് എന്നെ താഴേക്ക് എറിഞ്ഞപ്പോൾ ഇത്രയുള്ള ഇഷ്ടിക എൻ്റെ മുതുകത്ത് മുറിവിനകത്ത് കയറിപ്പോയി. ആ ഇഷ്ടിക വലിച്ചൂരിയിട്ടാണ് പിന്നെ ഞാൻ നേർന്നത്. എന്നെ പിന്നെ മരിച്ചു എന്ന് ധരിച്ചു. ചെമ്പഴന്തി ജംഗ്ഷനിൽ കൊണ്ടുവന്നപ്പോൾ എന്നെ അവിടെ കടത്താൻ പറയും. എന്തായാലും ഞാൻ മരിക്കും, എൻ്റെ ചോര വീഴട്ടെ എന്ന് പറഞ്ഞു. അത്ര ചങ്കുറ്റമാണ് അന്ന് നമ്മൾ ഈ KSU പ്രവർത്തനത്തിൽ. ഇന്ന് ഞാനിവിടെ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് എൻ്റെ ചോര വീണ സ്ഥലത്തെ കോളേജിൻ്റെ മുമ്പിൽ പോയി ഞാൻ ആ ഭൂമിയിൽ തൊഴുതിട്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത്ര വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും KSU എന്ന് പറയുമ്പോൾ എൻ്റെ സിരകളിലൊരു ആവേശമാണ്. ആ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണ്. അവിടെ നിന്ന് ഞാൻ കഴിഞ്ഞാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രമേശ് ചെന്നിത്തല കമ്മിറ്റിയിലായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ MLA ആയി, AICC പറയും സെക്രട്ടറിയായി. കോൺഗ്രസ് പാർട്ടിയിൽ 32 വർഷം KPC ഭാരവാഹിയായിരുന്ന ഒരാളുമില്ല. അപ്പോൾ ഞാൻ വെറും ഒരു നെയിംസേക്ക് പ്രവർത്തകനായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പാർട്ടി 32 കൊല്ലം ഒരാളിനെ ഭാരവാഹിയാക്കി വെക്കില്ല. എന്നെ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ശക്തിപ്പെടുത്തി. നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ്. ദീപു സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്കൊരൊറ്റ അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഞാൻ തലച്ചോറ് കൊണ്ട് രാഷ്ട്രീയം കളിച്ചില്ല, ഹൃദയം കൊണ്ട് രാഷ്ട്രീയം കളിച്ചു. പക്ഷേ അതെനിക്ക് അബദ്ധമെന്ന് തോന്നിയെങ്കിലും ഞാൻ ആറ്റിങ്ങൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ അതിൻ്റെ വില എനിക്ക് മനസ്സിലായി.
ഹൃദയപൂർവ്വം രാഷ്ട്രീയം കളിച്ചപ്പോൾ, ഹൃദയം കൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോൾ ഞാൻ ചെല്ലുന്നിടത്തല്ല, ഞാൻ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ എന്നെ മറന്നോ, ഞങ്ങളെ മറന്നോ, കൂടെ പഠിച്ചവർ, സീനിയേഴ്സ്, ജൂനിയർ, ഇന്നയാളിൻ്റെ മകൾ, ഇന്നയാളുടെ സഹോദരി എന്ന് പറയുന്ന ഈ മണ്ഡലം മുഴുവനുള്ള ആളുകളുടെ ഒരു ബന്ധം എവിടെ ചെന്നാൽ. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ 2 അമ്പലങ്ങളുടെ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടാണ്, ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്താണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ, ഞാൻ ആരെയും വീട്ടിൽ പോയി കണ്ടില്ല, എന്നെ കാണുമ്പോൾ തന്നെ എടിച്ചു നിന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് എത്ര പേർ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് നൽകിയ ഒരു മാന്യത, എന്നെ അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എന്നൊരു തോന്നൽ, അതാണ് എൻ്റെ ആവേശം. എനിക്ക് ഈ കഴക്കൂട്ടത്തിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. ഇവിടെ ടെക്നോ പാർക്ക്, ISRO, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം ഒരുപാട് സാങ്കേതിക സ്ഥാപനങ്ങൾ, ഒരുപാട് വിദ്യാലയങ്ങൾ, ലോകമറിയുന്ന നമ്മുടെ കാർഷിക വികസന കേന്ദ്രമടക്കം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഘട്ടത്തിൽ ആവേശത്തോടെ വന്നിട്ട് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. ഈ ടെക്നോ പാർക്ക് തന്നെ ഉദാഹരണമായി എടുത്താൽ, അല്ലേ, നിങ്ങൾക്ക് അങ്ങോട്ട് വികസിക്കാൻ കഴിയുന്നില്ല. വന്നു നിങ്ങൾ തൊഴുതു, നിങ്ങളെല്ലാം പലപ്പോഴും മാനേജ്മെൻറ്റ് നിങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞ് നിങ്ങളെല്ലാം മുതലെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിൽക്കുക. എനിക്കറിയാം, എൻ്റെ മൂത്ത മകൾ ബാംഗ്ലൂരിൽ IT ഇതിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഓരോരുത്തരെ. കോവിഡ് വന്ന സമയത്ത് പോലീസിനേക്കാൾ കഷ്ടമായിരുന്നു. പോലീസിനാണ് 23-4 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് 28 മണിക്കൂർ ജോലിയായി. കിടന്നുറങ്ങുമ്പോൾ വിളിക്കും, അല്ലേ? നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. കോവിഡ് സമയത്ത് വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞൊരു ഓമനപ്പേര് നമ്മൾ ആദ്യം കേട്ടപ്പോൾ കൊള്ളാം, വീട്ടിലിരുന്ന് പണിയല്ല, വീട്ടിലിരുന്ന പണി കിട്ടുന്നതായിരുന്നു ആ പണി, അല്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പണിയല്ല, വീട്ടിലിരുന്ന് പണി കിട്ടുന്നതായിരുന്നു ആ പണി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു വെൽഫെയറിന്, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ഒരു ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ചെറുപ്പം മുഴുവൻ ഈ സ്ഥാപനത്തിനകത്ത് നഷ്ടപ്പെടുകയാണ്, അല്ലേ? പലപ്പോഴും രോഗികളായി മാറുകയാണ്. നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടി മറ്റു കാര്യം, നിങ്ങൾക്കിവിടെ എത്തുന്ന കാര്യത്തിൽ, താമസ എല്ലാ കാര്യത്തിലും. പിന്നെ പുതിയ കമ്പനികൾ ഇവിടെ വന്നാൽ എപ്പോഴും കമ്പനിയിലേക്കുള്ള ആക്സസ് ആണല്ലോ പ്രധാനം. പല കമ്പനികളും പെട്ടെന്ന് പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു കമ്പനിക്ക് പോയിട്ട് വരാൻ, ഒരു ഫ്ലൈറ്റ് കിട്ടി പെട്ടെന്ന് വരാനൊക്കെ. അങ്ങനെ നമുക്കിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തൊട്ടടുത്ത് എയർപോർട്ടുണ്ട് എന്നുള്ളത് അത് മാത്രമാണ് ഒരു ചെറിയ ജാമ്യം. ഇവിടെ നമുക്ക് വളരാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒപ്പം ടെക്നോ പാർക്കിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട്, ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അനുബന്ധ വ്യവസായങ്ങൾ നമുക്ക് പ്രദേശവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അനുബന്ധ വ്യവസായങ്ങൾ എപ്പോഴും ഒരു നാടിൻ്റെ വളർച്ചയും തൊഴിൽ ദാനവും എന്ന് പറയുന്നത് അനുബന്ധ വ്യവസായങ്ങളാണ്. നമ്മൾ പറയാറില്ലേ, ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളിൽ 1 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടും. ചിലപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുടിൽ വ്യവസായത്തിൻ്റെ പഴയ കൺസെപ്റ്റിൽ വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന, സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് വരെ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അങ്ങനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലീഡർ കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, ആൻ്റണി കുഞ്ഞാലിക്കുട്ടി, ഈ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി വഹിച്ചിട്ടുള്ളൊരു പങ്ക് വളരെ വലുതാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു തലച്ചോറും അങ്ങനെയുള്ള ചിന്തകളും UDFന് മാത്രമേ ഉണ്ടാകാറുള്ളൂ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഇവിടെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കാട്ടിൽ ഇതിനൊരു വെറുമൊരു കച്ചവട മേഖലയാക്കി മാത്രം കാണുന്ന ചില ആളുകളുണ്ട്. കച്ചവടം നടത്തുന്നവർ, മുതലാളിമാർ പൈസ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മുടെ പഴയകാലം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായ ലേബർ ലോകൾ, നെഹ്റുവിൻ്റെ കാലത്ത് പരിഷ്കരിച്ചു വന്ന ലേബർ ലോ, ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പലപ്പോഴായി പരിഷ്കരിച്ച ലേബർ ലോ, അതിനകത്ത് ആദ്യമായി സ്ത്രീ തൊഴിലാളികൾക്ക് കുട്ടികളെ കടത്താൻ, അവർക്ക് വിശ്രമിക്കാൻ ഒരിടം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഒരുപാട് തൊഴിൽ രംഗത്ത് സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായ വെൽഫെയർ മെഷേഴ്സ് എല്ലാം, എല്ലാ ലേബർ ലോസും താഴോട്ട് പോകുന്നത് എല്ലാം മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ള ലേബർ ലോസായി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ പാസ്സാക്കിയെടുത്ത ലേബർ ലോസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികളുടെ ക്ഷേമമല്ല, മുതലാളിമാരുടെ ക്ഷേമത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ്. കേരളം ഭരിക്കുന്നത് തൊഴിലാളികളുടെ ഗവൺമെൻറ്റാണെന്ന് പറയുമെങ്കിലും അവരും
മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ പിറകെ സഞ്ചരിക്കുന്ന, അത് മാധ്യമങ്ങളോടാണെങ്കിലും ജനങ്ങളോടാണെങ്കിലും വിലക്കയറ്റമുണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങളെ കാണാതിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മൗനീഭാവയായിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിണറായിയും നരേന്ദ്രമോദിയും ഒരേ സ്വഭാവത്തിലാണ്. ആ സ്വഭാവം കൊണ്ട് രാജ്യം വളരില്ല, രാജ്യത്തെ കുത്തക മുതലാളിമാർ വളർന്നു വരും. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു വിദേശത്ത് ചെന്നാൽ, ഇപ്പോൾ ബർമയിൽ ചെന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് 2000 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പൈസയാണോ അവിടെ നിഷേധിക്കുന്നത്? അല്ല, BJP നേതാക്കന്മാരുടെ ഭരിക്കുന്ന BJPയുടെ ബിനാമിമാരുടെ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 3-4 ബിനാമിമാരുടെ പൈസയാണ്. ഇതാണ് ഈ രാജ്യം. നമ്മുടെ അന്തസ്സ് പോലും ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദങ്ങളിൽ അന്തസ്സ് പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അങ്ങനെ പോകുന്നൊരു കാലഘട്ടം. ഏറ്റവും കൂടുതലായി എനിക്ക് തോന്നുന്നു, എന്നോട് ആരോ പറഞ്ഞു, ഈ പാചകവാതകത്തിൻ്റെ ദൗർബല്യം വന്നപ്പോൾ ടെക്നോ പാർക്കിനെയും ബാധിച്ചു എന്ന് പറഞ്ഞു. തെരുവിൽ ചുമടെടുക്കുന്ന ആളുകൾക്ക് ഒരു ചായ കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിങ്ങളെയും അത് ബാധിച്ചു, എല്ലാ കുടുംബങ്ങളെയും ബാധിച്ചു. പക്ഷേ അതൊന്നും ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല. ഇതടക്കം സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം ഒരു കൊച്ചു കാര്യമല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട്, ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ദേവാലയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് ഇസ്ലാം ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സിൽ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടൊരു ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇതുവരെ ശബരിമല വിഷയത്തിൽ തക്കതായ തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോഴത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കേരളമൊട്ടാകെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ കഥാതന്തു നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. കാര്യം കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഇത്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ആഴ്ച ഒരു കുംഭസരം നടത്തി. ഒരു പക്ഷേ ഇതിൻ്റെ വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നും എല്ലാം ഒരു മേൽശാന്തി തന്ത്രി, പ്രധാന തന്ത്രി ജയിലിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്നെ ജയിലിൽ അടച്ചത് പഴയ മന്ത്രിയെയും ഇപ്പോഴത്തെ മന്ത്രിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ വിശ്വാസങ്ങളുടെ പ്രശ്നം. നമുക്ക് എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി ആചരിക്കാൻ, പാലിക്കാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടന. SIR കൂടി ആ ഭരണഘടനയെല്ലാം ലംഘിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനോടൊപ്പമാണ് പിണറായി വിജയനും ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഈ ശബരിമല വിഷയവുമായി ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്, UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എത്ര ഉന്നതരായാലും, അത് എന്ന് വെച്ചാൽ കടകംപള്ളി ആയാലും ആരായാലും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം CPM ഒരു തന്ത്രമുണ്ട്, എപ്പോഴും BJP പേടി പറയും, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. ഇന്ന് മനോരമ ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJP ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. 2ഉം 3ഉം പറഞ്ഞിട്ടില്ല. നമ്മുടെ പാർട്ടി കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ ഇലക്ഷനും വന്നപ്പോൾ നമ്മളൊരു 10,000 വോട്ട്, നമ്മുടെ റിബൽ ജയിച്ചു. അതിപ്പോൾ കോൺഗ്രസ്സിൽ ചേർന്നു. ഒരു 8,500 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി ഇറങ്ങിയപ്പോൾ തന്നെ ആ 8,500 അല്ലേ ലാലറിയാം, അതെല്ലാം കടന്നുപോയി. നമ്മൾ ഇറങ്ങി 3ാം ദിവസം കളം പിടിച്ചു. 3ാം ദിവസം കളം പിടിച്ചു. ഞാൻ സ്ഥാനാർത്ഥി, ഞാൻ എന്നെ പൊക്കുകയല്ല, ഞാൻ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ രാഷ്ട്രീയ ബന്ധുക്കൾ, എൻ്റെ കുടുംബ ബന്ധുക്കൾ എല്ലാവരുടെയും മനസ്സൊന്നും സജീവമായി. എന്നോട് ജമാഅത്ത് പള്ളിയിൽ പെരുന്നാളിൻ്റെ നോമ്പ് സമയത്തും പെരുന്നാൾ ദിവസവും ചെന്നപ്പോൾ ഞാൻ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞപ്പോൾ ആളിലൊന്ന് കെട്ടിപ്പിടിക്കുക, ശരത്ത് ഞങ്ങളെ മറന്നുപോയോ? ശരത്ത് പഴയതുപോലെ തന്നെ ഇരിക്കുന്നു, പക്ഷേ ഞങ്ങളെ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഒരു വലിയ ആത്മബന്ധം ആളുകളുമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിലാണ്. യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മനോരമ ഇന്ന് BJP ഫ്രണ്ടിൽ നിന്നിട്ടത് ന്യൂനപക്ഷ വോട്ടുകൾ ജാഗൃതരാകുക എന്ന് പറയാൻ വേണ്ടിയാണ്. LDF അത് തുടങ്ങി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വിജയിച്ചു വരാനുള്ള എല്ലാ ലക്ഷ്യങ്ങളുമുണ്ട്. ഞാൻ ടെക്നോ പാർക്കിലെ ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, ഞാൻ ഏത് കാര്യത്തിലും ഞാൻ അങ്ങനെയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവരെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ശരീരത്തിലൊന്നും ഒരു പരുക്ക് വെക്കില്ല. ബുദ്ധി കൊണ്ട് കളിച്ച് ആളുകളെ ഇട്ടുകൊടുത്ത് കളഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല. ഏറ്റവും അവസാനം പൊരുതി മരിക്കുന്നയാൾ ഞാനായിരിക്കും. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഒന്നും ഞാൻ പൊരുതി കൊടുക്കില്ല. ഞാൻ ആദ്യവും അവസാനവും പൊരുതാൻ നിൽക്കുന്ന ഒരാൾ, മുമ്പിൽ നിന്ന് പൊരുതുന്നവരും അവസാനം വരെയും പൊരുതുന്ന ഒരുത്തൻ ഞാനായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഈ സ്ഥാപനത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്, അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഓരോ പ്രോജക്റ്റ് എടുക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാനേജ്മെൻറ്റ് അല്ലേ ഈ ഒരു 600, 2000, 1500 പിരിച്ചുവിടുന്ന
ഇത് അന്താളിച്ചു പോകുന്ന ജീവിതങ്ങളാണ്. നമുക്കതിനൊക്കെ ഒരു തട ഇടാനുള്ള മാർഗങ്ങൾ, അത് നമ്മുടെ ഗവൺമെൻറ് വരുമ്പോൾ വെൽഫെയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, വെൽഫെയർ പറയുമ്പോൾ ആരോഗ്യത്തോടൊപ്പം ആദ്യം ആലോചിക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായ സുരക്ഷിതത്വമാണ്. നിങ്ങളുടെ വരുമാനം, തൊഴിൽ, ഇതെല്ലാമാണ്. അതിന് ഏതറ്റം വരെയും പോകാൻ എല്ലാവരും ഇത് അറിയുന്ന ആളുകൾ, ഞാൻ രഞ്ജിത്ത് അടക്കമുള്ള നിങ്ങളുടെ ഈ ടീമിനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇവിടെ വോട്ടിട്ടുള്ള ആളുകളോട് വ്യക്തിപരമായി തന്നെ, രാഷ്ട്രീയത്തിനപ്പുറമായി വ്യക്തിപരമായി തന്നെ സ്വാധീനിച്ച് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സാന്നിധ്യം കൊണ്ട് എനിക്ക് നൽകിയ പിന്തുണ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. അദ്ദേഹം ഇവിടെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച യാതനകളെ പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇത് പലർക്കും അറിയില്ല. അദ്ദേഹം ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് കുറേയധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലായത്. മാത്രമല്ല വെൽഫെയറിനെ പറ്റി, IT പ്രൊഫഷണൽസിൻ്റെ വെൽഫെയറിനെ പറ്റി വളരെ ഒരു ഒരു വിഷനുള്ള വ്യക്തി തന്നെയാണ്. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനതാണ്. ഒരു ഭരണാധികാരി നമ്മുടെ ആവശ്യത്തെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ആ ലിസൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം നമ്മളിൽ ഒരുവനായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. ശരത്തിന് എനിക്ക് 80 തൊട്ടേ അറിയാം. വളരെ ഓണസ്റ്റായിട്ട് പറയാം, റെക്കോർഡ് ചെയ്യുന്നതും കൂടെയാണ്. കേരളത്തിൽ ഇപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നതിൻ്റെ അതിന് റീസണായിട്ടുള്ള അപൂർവം ചിലരൊരാളാണ് ശരത്ത് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ എമർജൻസി കഴിയുമ്പോഴാണ് ഞങ്ങളൊക്കെ +2-നൊക്കെ വരുന്നത്, പ്രീ ഡിഗ്രിക്കൊക്കെ വരുന്നത്. KSU എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൂവായിരുന്നു. SFIയും പിന്നെ വിദ്യാർത്ഥി ജനത ഇങ്ങനെയൊക്കെ വന്നപ്പോൾ KSUവിൽ വരുന്നത് ഒരു നാണക്കേട് പോലത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. കോളേജുകളിൽ കൂവായിരുന്നു KSU എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സമയം അതാണ്. അക്കാലത്ത് KSU പ്രസിഡൻ്റായിരുന്നാണ്, KSUവിന് നേതൃത്വം കൊടുത്ത ആളാണ്. തിരുവനന്തപുരത്ത് ശരത്ചന്ദ്ര പ്രസാദ്, GS ബാബു ഉണ്ടായിരുന്നു. ഈ 2 പേരിലുണ്ടാണ് ഞങ്ങൾക്ക് കോളേജിൽ KSU എന്ന് പറയാൻ പറ്റിയത്. ഈ വെട്ടും കുത്തി ഇപ്പോഴത്തേതുപോലെയല്ല, ഈ കൊന്നുകളയും യവന്മാർക്ക് രക്തസാക്ഷി അവർക്കാന്ന് പറയുന്നെങ്കിൽ ഇവർ കൊലപാതക പാർട്ടിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരിക്കലും എനിക്ക് ശേഷം KSUവിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ കാനഡയിലാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന ശേഷം ചെന്നപ്പോൾ ഇങ്ങനെ തോമസ് കുര്യൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താണ്? KSUവിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ പറയണം എൻ്റെ ജൂനിയർ ആയിട്ടടുത്തും രാവിലെ വന്ന് ചെകിട്ടത്തൊരു അടി അടിച്ചു. അപ്പോൾ അവൻ പറയുന്നത്, തോമസ് കുര്യൻ പറഞ്ഞത് അടിച്ചല്ല എൻ്റെ പ്രശ്നം, അവൻ എന്തിനാ അടിച്ചതെന്ന് പറഞ്ഞില്ല. ഇതായിരുന്നു ഇതായിരുന്നു ഇവിടുത്തെ ലോകം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എതിർ ശബ്ദങ്ങൾ മുഴുവൻ അടിച്ചു നിൽക്കുകയായിരുന്നു. പാളയത്ത് CI2വിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ സെക്രട്ടറി വാമദേവൻ. ഇതായിരുന്നു അവസ്ഥ. ഒരു വിസിൽ ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് വന്ന് അടിച്ചിട്ട് പോയി. ഇന്നൊക്കെ ഒരുപാട് മാറുണ്ട് KSU തിരിച്ചു. അപ്പോൾ അക്കാലത്ത് KSU ഉണ്ടായി 2-3 പേര്, ശരത്ചന്ദ്ര പ്രസാദ്, GS ബാബു, അങ്ങനെ കുറച്ച് പേരാണ് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരത്തെ KSUവിലാണ് സംസ്ഥാന ലെവലിൽ KSU ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളെപ്പോലെ പലരും ഇപ്പോഴും ജനാധിപത്യം നിൽക്കുന്നത്. അന്നേരം നമ്മൾ പേടിച്ച്, ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ പേടിച്ചൊരു കോളേജിലും പോകാൻ പറ്റും. ശരത്തിനെ കുത്തിയിട്ട് വരുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുക, പുറയിലാണ്. നമുക്ക് എക്സ്റേ ടേബിളിൽ വെക്കാൻ പറ്റില്ല, രക്തം ഒഴുകാണ്. ഞങ്ങൾ 2 പേരും അപ്പുറം ഒന്ന് കയ്യിലാണ് ബോഡി കിടത്തിയിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സംശയമാണ്. ഇനി കുത്തിക്കളയും, കൊന്നുകളയും. അപ്പോൾ ഇങ്ങനെ കൈ കിടത്തിയാണ് എക്സ്റേ എടുത്തത്. ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല. ശരത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, അത് മനസ്സെന്ന് പറയുകയാണ്. ശരത്ത് പറഞ്ഞ് കൂടെ ഉണ്ടാവുന്നത് സത്യമാണ്. എല്ലാവരെ പറ്റി ഞാൻ പറയില്ല. ഞാൻ ഒരുപാട് വർഷം KSUവിലുണ്ടായിരുന്ന ഒരുപാട് സമരങ്ങളൊക്കെ നയിച്ച ആളാണ്. ശരത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാടത്തും എൻ്റെ കാര്യം പോയി പറഞ്ഞിട്ട്, എനിക്ക് കഴക്കൂട്ട സീറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നിട്ടേ ഒരു സ്ഥാനം ഞാൻ പേഴ്സണലായിട്ട് ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ 2 കോളേജ് ചെയർമാനായിരുന്നു നടന്ന മെഡിക്കൽ കോളേജിൽ ചെയർമാൻ. പക്ഷേ ശരത്തിനോട് ഞാൻ ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചിട്ടുണ്ടോ നടത്തി തന്നു. അതൊരു വലിയൊരു ക്രൈസിസാണ് അച്ഛൻ്റെ അറിയാതെ. എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ സമരമൊക്കെ നയിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. 2 വർഷം ജോലിയിലാണ് ഭയങ്കര ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണലായിട്ട് ഞാൻ ഒരു അതെൻ്റെ അച്ഛൻ ശരത്ത് ഞാൻ മറന്നാണ് MD ഫാമിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്നാൽ ഞങ്ങളുടെ ഈ 2.5 വർഷത്തെ കടം വിടാൻ ജോലി വന്നേ പറ്റുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അച്ഛനമ്മ ആരോഗ്യവകുപ്പിലായിരുന്നു. അവർ 2 പേരെയും തരംതാഴ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളുടെ ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചത് ശരത്ത് കൃത്യമായി നടത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുകയാണ്. ഞാൻ ഒരാടത്തൊന്നും ചോദിച്ചില്ലാത്ത ഒരാളാണ് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ട് ശരത്ത് കിട്ടും. അപ്പോൾ ശരത്തിനെ ട്രസ്റ്റ് ചെയ്യാം. പിന്നെ ശരത്തിനെ പോലെ ഒരാൾ അസംബ്ലി വേണ്ടതാണ്. 91 MLA ആയ ആളാണ് നമ്മുടെ ചെറുപ്പകാലത്ത്. അപ്പോൾ അത്രയും പരിചയം, ഇത്രയും വർഷത്തെ കോൺഗ്രസ് പരിചയം, ഇത്രയും പാർട്ടിക്ക് ശരത്തിനെ പോലുള്ളവരെ വേണ്ടത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിന്ന് കൈ കാണിക്കുന്നില്ല. മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന ഞാൻ ശരത്തിനെ എപ്പോഴും കാണാറില്ല. പക്ഷേ അവരെ കാര്യം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെ അല്ല, ഞാനിപ്പോൾ ഒരാൾ പറയുമ്പോൾ എത്ര ആയിരങ്ങൾക്ക് പറയണ്ടാവും. അപ്പോൾ ശരത്ത് നമ്മളോട് ഉണ്ടാവും.
ശരത്തിനെ പോലുള്ളൊരു അസംബ്ലി വരേണ്ടത്. പിന്നെ എൻ്റെ ഇലക്ഷൻ്റെ വോട്ട് വെച്ച് ശരത്തിന് അളക്കരുത്. അന്ന് ഇവിടെ എന്നെ അറിയാത്തവരായിരുന്നു കൂടുതൽ. എന്നെ അങ്ങനെ പാർട്ടിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് പാർട്ടി ഉണ്ടായിരുന്ന കാലം. അപ്പോൾ എൻ്റെ വോട്ടും ശരത്തിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്തു. എൻ്റെ വോട്ടെന്ന് പറയും ആര് നിർത്തിയാലും എത്ര വോട്ട് കിട്ടുന്നുള്ളൊരു പ്രൂഫായിരുന്നു അന്നത്തെ കാലത്തിന്. ഇപ്പോൾ എന്നെ കുറച്ച് പേർക്കറിയാം. അന്നത്തെ കാലത്ത് കോൺഗ്രസ്സിന് കിട്ടാവുന്നൊരു ബേസ്, UDF കിട്ടാവുന്ന ബേസ് വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ശരത്ത് പറഞ്ഞാൽ ശരി, ശരത്ത് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു നമ്മുടെ ഇത് വെച്ചിട്ട്. പിന്നെ എല്ലാം കൊണ്ട് പിന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും ശരത്താണ് അത് ഡിസർവിങ് ആയിട്ടുള്ള. അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. അതുകൊണ്ട് വലിയ സന്തോഷം. ഞാനും ശരത്തിൻ്റെ ജാഥയിൽ തുടങ്ങിയ ആദ്യത്തെ നിമിഷങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു നിമിത്തമായിരുന്നു വരാൻ പറ്റി. എല്ലാ വിജയാശംസ നേരുകയാണ്. പ്രൊഫഷണൽ കോൺഗ്രസ് ഇതാണ് ചെയ്യേണ്ടത്. നാട്ടിൽ ഡെമോക്രസി നിലനിൽക്കണം. ഇന്ന് രാവിലെ വന്ന വാർത്ത എന്ന് പറയുന്നത് 30,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ഒരാക്കളിൽ. അതിൽ 12,000 ഇന്ത്യയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ നമുക്കൊക്കെ എന്താ പറയുക, കൂടുതൽ നമ്മൾ വിജിലൻ്റ് ആവേണ്ട ഒരു സമയത്താണ്. പിന്നെ ഞാൻ ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഇന്നിവിടെ നമ്മൾ വിളിച്ചപ്പോൾ പലരും ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. 1 മണിക്ക് അവർക്ക് ലഞ്ച് ബ്രേക്ക് തുടങ്ങി, ആ സമയത്ത് വരികയാണ്. ഊബർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരിക്കും ടെക്നോ പാർക്കിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് എത്താൻ ഒരു ഷട്ടിൽ സർവീസ് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ രഞ്ജിജി പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. കൊച്ചി ഇൻഫോ പാർക്കിൽ ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എപ്പോൾ കിട്ടുന്ന ഒരു 1.5-2 വർഷത്തിനുള്ളിൽ കിട്ടുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകൾ കാത്തിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സാറിനെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം വരുന്ന പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ടുഗെദർ ഫോർ ടെക് ലൈഫ് എന്നൊരു ക്യാമ്പയിൻ നമ്മൾ APC നാഷണലി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാകുന്നവർക്കൊക്കെ ഒരു സാന്ത്വനമായിട്ട് വരാനുള്ളൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഫർദർ ഇതിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരാണെന്ന് പറയും. കാരണം ജോലിയുടെ ഇടയിൽ കമ്പനിയിൽ നിന്ന് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവാം പൊളിറ്റിക്സിൽ ഇത് വരുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഒരു സമയം കണ്ടെത്തി വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. ഷോർട്ട് നോട്ടീസ് കറക്റ്റ് സമയത്തിന് എത്തിയ സാറിന് അത് ഒരു മാതൃകയാണ് നമുക്ക് എല്ലാവർക്കും. രഞ്ജിത്ജി, ലാൽ സാർ APC IT നാഷണൽ ഹെഡ് കൂടിയാണ്. APC ഹെൽത്തിൻ്റെ നാഷണൽ ഹെഡ് കൂടിയാണ്. ദെൻ എൻ്റെ കോർഡിനേഷൻ എല്ലാം ചെയ്തിട്ടുള്ള ബിജു, ഇവരൊന്നും പേര് പറയേണ്ടതല്ല, ദീപു, ഇവരെല്ലാവരും, അഖിലേഷ്, സുഹൈൽ, എവ്രി വൺ, ഞാൻ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. നമുക്ക് ലഞ്ചിന് ഇൻട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച്.